അടുത്തൊരു സെക്ഷൻ ആണ് ചാർജ്ഡ് പാർട്ടിക്കിൾ എൻറ്ററിങ് പാരലൽ ഓർ ആന്റി പാരലൽ ടു മാഗ്നറ്റിക് ഫീൽഡ്. നല്ല കീടിലെ സാധനം നോക്കൂ, അടിപൊളി സംഭവമാണ്. നമ്മുടെ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണെന്ന് ഇരിക്കട്ടെ. സോ മാഗ്നറ്റിക് ഫീൽഡ് ആ ഡയറക്ഷനിലാണ്, അങ്ങോട്ട്. ഓക്കെ, ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഇതിനെ പാരലായിട്ട് കയറുന്നു. അപ്പൊ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പൊ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റി മാഗ്നറ്റിക് ഫീൽഡിന് പാരലാണ്. അപ്പൊ ഇത് രണ്ടും പാരലാണെങ്കിൽ തീറ്റയുടെ വാല്യൂ എത്ര എടുക്കും? തീറ്റയുടെ വാല്യൂ 0 എടുക്കും. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ആ ചാർജിന്റെ പുറത്ത് ഫോഴ്സ് കൊടുക്കും. ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയൂ. ഫോഴ്സ് ഈസ് ഈക്വൽ ടു QVB സൈൻ തീറ്റ എന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ QVB സൈൻ തീറ്റ എത്ര? 0. സൈൻ 0 എത്രയാ? 0. അപ്പൊ ആൻസർ അടിപൊളി. ഫോഴ്സിന്റെ ആൻസർ നമ്മൾ വിചാരിച്ചു ഫോഴ്സ് കൊടുക്കുമെന്ന്. ഫോഴ്സിന്റെ ആൻസർ എത്രയാ? 0 ആണ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ചാർജിന്റെ പുറത്ത് എന്ത് കൊടുക്കുന്നില്ല? ഫോഴ്സ് കൊടുക്കുന്നില്ല. അപ്പൊ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ട് പോവുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് അതിന്റെ പുറത്ത് ഫോഴ്സേ കൊടുക്കൂല. അപ്പൊ ചാർജ്ഡ് പാർട്ടിക്കിൾ അതേ വെലോസിറ്റിയിൽ അങ്ങനെ പൊക്കോണ്ടിരിക്കും. കാരണം ആരും എന്റെ മണ്ടയിൽ ഫോഴ്സ് കൊടുക്കാനില്ല. അപ്പോ മാഗ്നറ്റിക് ഫീൽഡില് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു? കയറുന്നു. എങ്ങനെ? പാരലായിട്ട് കയറുന്നു. അങ്ങനെയാണെങ്കിൽ തീറ്റയുടെ വാല്യൂ എത്രയായി? 0. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് അതിന്റെ പുറത്ത് ഫോഴ്സ് കൊടുക്കുമെന്ന് നോക്കി. F is equal to QVB sin 0. അപ്പൊ ആൻസർ എത്രയെന്ന് വന്നു? 0. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഈ ചാർജിന്റെ മണ്ടയിൽ എന്ത് കൊടുക്കില്ല? ഫോഴ്സേ കൊടുക്കൂല. അപ്പൊ നമ്മുടെ ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ത് ചെയ്യും? അതേ വെലോസിറ്റിയിൽ അങ്ങ് കണ്ടിന്യൂ ചെയ്യും. മനസ്സിലായ? നോക്കൂ, സിമ്പിൾ കേസ് അല്ലേ? ഇനി നമുക്കൊരു കേസ് നോക്കാം. നോക്കൂ, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണല്ലോ. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. നിങ്ങളുടെ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇങ്ങനെയാണ് കയറുന്നതെങ്കിലോ അതിന്റെ വെലോസിറ്റി ഇങ്ങനെയാണെങ്കിലോ അപ്പൊ ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും, അപ്പൊ തീറ്റയുടെ വാല്യൂ എത്ര? വിക്കും ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ എത്ര? 180 ഡിഗ്രി ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഈ ചാർജിന്റെ പുറത്ത് കൊടുക്കുന്ന ഫോഴ്സ് എത്ര? പറയൂ. ഫോഴ്സ് ഈസ് ഈക്വൽ ടു പറയണം QVB സൈൻ 180 എന്നല്ലേ? സൈൻ 180 എത്രയാ? 0. അപ്പൊ ഫോഴ്സിന്റെ ആൻസർ എത്രയാ? 0. അടിപൊളി സംഭവം. എന്താണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ പാരലായിട്ടോ അല്ലെങ്കിൽ ആന്റി പാരലായിട്ടോ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ എൻറ്റർ ചെയ്യുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് അതിന്റെ പുറത്ത് എന്തേ കൊടുക്കില്ല? ഫോഴ്സേ കൊടുക്കൂല. ശരിയല്ലേ? അപ്പൊ ആ ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ത് ചെയ്യും? അതേ വെലോസിറ്റിയിൽ പ്രൊസീഡ് ചെയ്യും. മനസ്സിലായോ? Very very important thing. See, a charge is entering parallel to magnetic field. So what is angle theta? Theta is angle between velocity and magnetic field. The velocity of the charged particle is like this. Magnetic field is also like this. So angle between these two is 0. So what is the answer of force? Force is equal to QVB sin theta. What is answer of theta here? 0. So sin 0 is 0. So the answer of force is 0. That is, magnetic field will not exert any force on your charge. So a particle will proceed with the same velocity. Okay. Then next, see, this is a magnetic field. Your charged particle is entering like this. So anti-parallel to the field. So what is the angle between V and B? It is 180 degree. So then what is the force given by the magnetic field? F is equal to QVB sin 180. What is sin 180? 0. So force is equal to 0. So magnetic field will not exert any force on your charge. So when your charged particle enters parallel or anti-parallel to the magnetic field will not exert any force on your charge. So your charge will proceed with the same velocity V. Am I right? See, what is the question here? A charged particle. What is a charged particle? So we have a charged particle. Its charge is Q. It is entering parallel to a magnetic field. So magnetic field and the velocity of the particle are in the same direction. So what is angle between V and B? It is theta is equal to 0. So then what will be the force given by the magnetic field? Force exerted by the magnetic field on the charged particle. F is equal to QVB sin 0. So answer is 0. So magnetic field will not exert any force on your charge. So charged particle will proceed with the same velocity V. Am I right? Then next,
Say, a charged particle is entering anti-parallel to the magnetic field. That is, theta value is 180. Then what is the force given by the magnetic field on the charged particle? F is equal to QVB sin 180. What is sin 180? 0. So, magnetic field will exert no force. So, particle will proceed with the same velocity. So, in short, when a charged particle enters parallel or anti-parallel to the magnetic field will not exert any force on the charge. So, the charge will proceed with the same velocity. Is it clear?